എത്ര ഡയറ്റ് ചെയ്തിട്ടും ബെല്ലി ഫാറ്റ് കുറയുന്നില്ലേ? വയറ് കുറയ്ക്കാനും മുടി കൊഴിച്ചൽ മാറ്റാനും മുഖത്തെ തിളക്കം വർദ്ധിപ്പിക്കാനും ഞാൻ ഈ പറയുന്ന സൂപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ സാധിക്കുന്ന ഒന്നാണ് ഇത്. അതിനുവേണ്ടി ആദ്യം തന്നെ ഞാനിവിടെ 2 മുരിങ്ങക്കായ് എടുക്കുന്നുണ്ട്. ഇതിന്റെ തൊലിയൊന്ന് നമുക്ക് ആദ്യം കളഞ്ഞെടുക്കാം. മൊത്തത്തിൽ കളയാൻ നിൽക്കണ്ട, ഒന്ന് മേലെ മാത്രം ഒന്ന് കളഞ്ഞെടുത്താൽ മതിയാവും. മുരിങ്ങക്കായിൽ അടങ്ങിയിട്ടുള്ള ഫൈബർ ദഹന പ്രക്രിയയെ വേഗത്തിലാക്കാനും കൊഴുപ്പ് വേഗത്തിൽ കുറയ്ക്കാനും സഹായിക്കും. ഇതിൽ കലോറി വളരെ കുറവാണ്. ഫൈബർ ധാരാളം ഉള്ളത് കൊണ്ടും ഇത് കുടിച്ചാൽ വയറ് നിറഞ്ഞു നിൽക്കുകയും അനാവശ്യമായ വിശപ്പ് ഒഴിവാക്കാനും നമുക്ക് സാധിക്കും. പ്രമേഹം ഉള്ളവർക്ക് തടി കുറയ്ക്കാൻ ഏറ്റവും നല്ലൊരു സൂപ്പാണിത്. മുറിച്ചു വെച്ച കഷ്ണങ്ങൾ നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 2 വലിയ വെളുത്തുള്ളിയും 3 ചെറിയ ഉള്ളിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഫ്ലേവറിന് വേണ്ടി അല്പം മല്ലിയില കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഇനി വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് അടച്ചു വെച്ച് നമുക്ക് ഒരു 4 മുതൽ 5 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. കുക്കറിന്റെ പ്രഷർ മുഴുവനായിട്ട് പോയിട്ടേ തുറക്കാൻ പാടുള്ളൂ. ഇതിപ്പോൾ നല്ല പോലെ വെന്ത് വന്നിട്ടുണ്ട്. രാത്രിയിലെ ഭക്ഷണത്തിന് പകരമായിട്ട് ഈ സൂപ്പ് കുടിക്കാൻ നോക്കുക. ഇതിൽ ഫൈബർ ഉള്ളത് കൊണ്ട് തന്നെ രാത്രി പിന്നെ വിശക്കില്ല. തുടർച്ചയായിട്ട് 2 ആഴ്ച ഇത് കുടിക്കുമ്പോൾ തന്നെ ബെല്ലി ഫാറ്റിൽ വരുന്ന വ്യത്യാസം നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇതിൻ്റെ കൂടെ തന്നെ ജങ്ക് ഫുഡും മധുരവും പൂർണ്ണമായി ഒഴിവാക്കാൻ കൂടി ശ്രമിക്കണം. ഇതൊന്ന് നമുക്ക് അരച്ചെടുത്തിട്ട് വരാം. മുരിങ്ങക്കായ് വേവിച്ച വെള്ളം അല്പം ഒഴിച്ചു കൊടുത്തിട്ട് ഞാൻ ഒന്നും കൂടി അരച്ചെടുക്കുന്നുണ്ട്. അത്യാവശ്യം പേസ്റ്റ് പോലെ അരിഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. ചെറിയ ദ്വാരങ്ങളുള്ള അരിപ്പ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. മാക്സിമം നല്ലപോലെ ഇതൊന്ന് പിഴിഞ്ഞെടുക്കാൻ നോക്കണം. വൈറ്റമിൻ സിയും എയും ഒക്കെ ഇതിലുള്ളത് കൊണ്ട് തന്നെ നമ്മളെ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും അണുബാധ ചെറുക്കാനും ഇത് നല്ല രീതിയിൽ സഹായിക്കും. കൂടാതെ തന്നെ ഇതിൽ കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ എന്നിവയുള്ളത് കൊണ്ട് നമ്മളെ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും ഇത് സഹായിക്കും. അതുമാത്രമല്ല ഇത് നല്ലൊരു ഡീടോക്സിഫിക്കേഷൻ ഡ്രിങ്ക് കൂടിയാണ്. ശരീരത്തിൽ അടഞ്ഞുകൂടിയ വിഷാംശങ്ങൾ ഇത് ക്ലിയർ ചെയ്യാനും സഹായിക്കും. എല്ലാം വെച്ച് നോക്കുമ്പം ഇത് വളരെ അധികം നമുക്ക് ശരീരത്തിന് ഗുണങ്ങൾ തരുന്ന ഒരു സൂപ്പാണ്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കാം. നമ്മൾ പിഴിഞ്ഞു വെച്ച വെള്ളം ഇതിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് നല്ലപോലെ തിളച്ച് വരികയും വേണം. അല്പം ഉപ്പും കുരുമുളക് പൊടിയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. വേവിക്കുമ്പോൾ നമ്മൾ ഓൾറെഡി ഇതിൽ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഡയറ്റ് ചെയ്യുമ്പം പലരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ക്ഷീണവും തളർച്ചയാണ്. ഈ സൂപ്പ് നമ്മളെ ബോഡിക്ക് നല്ലൊരു എനർജി തരാനും സഹായിക്കും. ഒരു നുള്ളു മഞ്ഞൾപ്പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒന്ന് നല്ല കട്ടി സൂപ്പായിട്ട് ഒന്ന് ആയി വരട്ടെ. നമുക്കത് വരെ വെയിറ്റ് ചെയ്യാം. കുറച്ച് ഞാൻ മുരിങ്ങക്കായ് വേവിച്ച സ്റ്റോക്ക് കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരല്പം മാത്രമേ ഇപ്പോൾ ചേർക്കുന്നുള്ളൂ. നല്ല തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യാം. ഈ കട്ടി സൂപ്പിൻ്റെ കൂടെ ഞാൻ നമ്മളെ മുരിങ്ങക്കായ് വേവിച്ച സ്റ്റോക്ക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സൂപ്പ് ഇന്ന് തന്നെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതല്ലേ. ഇതുപോലുള്ള ഹെൽത്തി ടിപ്സിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കണേ. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്.